ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് നായർ സാറാണ്. സൂരജ് സർ, ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അറിയാനും ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ആദ്യ മിനിറ്റുകളിലെ പെർഫോമൻസിൽ 44 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ആ ഒരു മൂവ്മെൻറ്റും നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലുള്ള വ്യാപാരമാണ് നടക്കുന്നതെങ്കിലും ഒരു മാർജിനൽ ആയിട്ടുള്ള ഇടിവ് എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് വരുന്ന സമയത്ത് US ചൈന തർക്കം ഒഴിയുന്നു, ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. സൂരജ് സർ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ഒരു US മാർക്കറ്റിൽ നിന്നുള്ള ഹാൻഡ് ഓവർ വെച്ച് നോക്കുമ്പോൾ രണ്ട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജാസ്മിൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇത് പറഞ്ഞ പോലെ യുഎസും ചൈനയും തമ്മിലുള്ള ആ ട്രേഡ് ടാരിഫിൽ വരുന്ന ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇപ്പോൾ UK-ലുണ്ട്, ലണ്ടനിലുണ്ട്. അവരുടെ സെക്കൻഡ് ഡേ ഓഫ് ഡിസ്കഷൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡേ ഓഫ് ഡിസ്കഷൻ കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ റൗണ്ട് ഓഫ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ, എന്താണോ അവർ ജനീവയിൽ എഗ്രി ചെയ്തത് അത് നടപ്പിലാക്കുക എന്നുള്ള രീതിയിലാണ്. അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ രണ്ട് രാജ്യത്തിന്റെയും പ്രസിഡന്റുമാർ അത് സൈൻ ചെയ്താലാണ് അത് ഒരു എഗ്രിമെന്റിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ ആ പ്രോസസ്സ് നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻകറേജിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഈ എഗ്രിമെന്റിന്റെ കൂടെ തന്നെ US ചൈനയോട് പറഞ്ഞു വെക്കുന്നു, ആ റെയർ എർത്ത് മിനറൽസ് ആൻഡ് മാഗ്നറ്റ്സിന്റെ കാര്യത്തിൽ ചൈന ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഈ പറയുന്ന ആ ഒരു റെയർ എർത്ത് മാഗ്നറ്റ്സിന്റെ ഇഷ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ചൈന പല രാജ്യങ്ങളിലെ ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ വോക്സ് വാഗൺ എന്ന് പറഞ്ഞ ഓട്ടോ മേക്കർ ആയിട്ടും US-ലെ ഫോർഡ് GM ഒക്കെ ആയിട്ടും അവർ ഓൾറെഡി പെർമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള. എന്നാൽ ഇന്ത്യൻ കമ്പനീസ് സ്ട്രഗ്ലിംഗ് ആണ്. ഇന്ത്യയുടെ പല പെർമിറ്റുകളും വേണ്ട രീതിയിൽ ചൈന പരിഗണിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, പല ഓട്ടോ മേക്കേഴ്സും ഈ പറഞ്ഞ പോലെ 6 തൊട്ട് 8 ആഴ്ച വരെ ഒരു റെയർ എർത്ത് മാഗ്നറ്റ് അവരുടെ കയ്യിൽ ഉള്ളൂ എന്നുള്ളതാണ് അതിനകത്തൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. ഈവൻ മാരുതി സുസുക്കി ഒക്കെ എനിക്ക് തോന്നുന്നു അവരെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ആ ഒരു പ്രൊഡക്ഷൻ തന്നെ അവരൊന്ന് ലിമിറ്റ് ചെയ്ത് ഗൈഡൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നു എന്നാണ് മനസ്സിലായത്. എന്നാൽ ഹ്യുണ്ടായി പറയുന്നത് 1 കൊല്ലത്തേക്കുള്ള ഇൻവെന്ററി മാഗ്നറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്ലോബൽ ഈ പറഞ്ഞ സപ്ലൈ ചെയിനിലെ ഡിസ്റപ്ഷൻ ഒന്നും ഷോർട്ട് ടേമിൽ ഞങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് ഇല്ല എന്ന് ഹ്യുണ്ടായി പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ മറ്റുള്ള കമ്പനികൾക്ക് അതുപോലെ അല്ല എന്നുള്ളതാണ്. ഇതിന് രസകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് യൂറോപ്യൻ യൂണിയനില്ലേ, നമ്മൾ യൂറോപ്യൻ യൂണിയനായിട്ടും വേറൊരു ഡിസ്കഷൻ നമ്മൾ നടക്കുന്നുണ്ടല്ലോ, ട്രേഡ് ടോക്സ് ആണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ നേരത്തെ ഒരു ചാപ്റ്റർ നമ്മുടെ ആ എഗ്രിമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ആ ചാപ്റ്റർ എന്താണെന്നറിയോ? ആ ചാപ്റ്റർ പറയുന്നത് വെച്ചാൽ, ഇന്ത്യയിൽ നിന്നും അതല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള മറ്റുള്ള ഡെവലപ്പിംഗ് നേഷൻസിൽ നിന്നും വരുന്ന റോ മെറ്റീരിയൽസ്, യൂറോപ്യൻ യൂണിയനിലേക്ക് വരുന്ന റോ മെറ്റീരിയൽസിന് യാതൊരു റെസ്ട്രിക്ഷൻസിനും പാടില്ല. അതായത് ഇപ്പോൾ ക്രൂഡ് അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ റെയർ എർത്ത്, ഇന്ത്യയിലും കുറച്ച് റെയർ എർത്ത് മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ റെയർ മെറ്റൽസും ഒക്കെ വരുന്നതിന് ഒരു റെസ്ട്രിക്ഷനും പാടില്ല. യൂറോപ്യൻ യൂണിയനിലേക്ക് വരുന്ന സാധനങ്ങൾക്കൊന്നും ഒരു റെസ്ട്രിക്ഷനും പാടില്ല. എന്നാൽ ഈ പറയുന്ന പോലെ അവർക്ക് എന്ത് വേണമെങ്കിലും റെസ്ട്രിക്ഷൻസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അതായത് ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഈ ബോർഡർ ടാക്സ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കാർബൺ ഇൻറ്റൻസീവ് ഗുഡ്സിന് ഒരു ബോർഡർ ടാക്സ് വെച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ. അതുമല്ല, സ്ട്രിക്റ്റ് ടെക്നോളജി ട്രാൻസ്ഫറിന് കുറച്ച് ടാരിഫുകൾ വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒട്ടും ഫെയർനെസ് അല്ലാത്ത രീതിയിൽ എന്നുള്ള. ബട്ട് ഇന്ത്യ EU ആയിട്ടുള്ള ട്രേഡ് ടോക്കിൽ ഇന്ത്യ പറഞ്ഞു വെക്കുന്നുണ്ട്, ആ ചാപ്റ്റർ എടുത്ത് മാറ്റണം എന്നുള്ളത് അർജി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതാണ് ഇപ്പോൾ ഈ ടാരിഫുകളുടെ കാര്യത്തിൽ ഒരു ബ്രീഫിംഗ് നമുക്ക് കൊടുക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ, ഈ US-ന്റെ ആ ഒരു ലോവർ കോർട്ട് പറഞ്ഞല്ലോ, പ്രസിഡന്റ് ട്രംപിന് ഈ പറഞ്ഞ പോലെ ടാരിഫ് വയ്ക്കാനുള്ള അധികാരമില്ല, അത് മാത്രമല്ല അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും പറഞ്ഞു വെച്ചു. അത് തിരിച്ച് കോർട്ട് ഓഫ് അപ്പീൽസിലേക്ക്, ഒരു ഹയർ അപ്പീലിലേക്ക് പോയി എന്നുള്ളതാണ് അവരിപ്പോൾ പറയുന്നത്. വെച്ചാൽ ആ കോടതി ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ടാരിഫ് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ടാരിഫ് ലീഗലാണെന്ന് പറയുന്നില്ല, അതിൻ്റെ ഓപ്ഷൻസ് ഞങ്ങൾ പഠിക്കുന്നേ ഉള്ളൂ. ബട്ട് തൽക്കാലത്തേക്ക് അമേരിക്കയ്ക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നുള്ളത്. അപ്പോൾ US-ന് രണ്ട് കാര്യങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് മുന്നോട്ട് പോകണതെന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പറയാമെന്നുള്ളത്, ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി
ഒരു കൺസോൾട്ടേഷൻ ലെവലിലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ആ കൺസോൾട്ടേഷൻ ലെവൽ ഇപ്പോൾ ഒരു ഹയർ റേഞ്ചിലാണ് കൺസോൾട്ടേറ്റ് ചെയ്തതായിട്ട് കാരണം വിച്ച് ഈസ് എ പോസിറ്റീവ് സൈൻ എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ചൈന US ട്രേഡ് ടോക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 സെക്ടറുകൾ എന്ന് പറയുന്നത് IT മെറ്റൽ ഇൻഡെക്സുമാണ്. കാര്യം വെച്ചാൽ ഗ്ലോബലി എന്തൊക്കെ പോസിറ്റീവ് ന്യൂസ് വരുന്നു അതിനൊക്കെ ITക്ക് ചിലപ്പോൾ ITക്ക് അല്ലെങ്കിൽ മെറ്റൽ സ്റ്റോക്കിനായിരിക്കാം കൂടുതൽ ഒരു ഇമ്പാക്റ്റ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റിൽ ഒരു പ്രിഫേസ് ആയിട്ട് ഒരു ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. ജെയിൻ സ്ട്രീറ്റ്, അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു സെബിയുടെ ലെൻസിൽ വന്ന പുതിയ കമ്പനിയുടെ പേരാണ് ജെയിൻ സ്ട്രീറ്റ്, JANE സ്ട്രീറ്റ്. ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈ വാൾ സ്ട്രീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഹൈ ഫ്രീക്വൻസി അൽഗോരിതമിക് ട്രേഡിംഗ് ചെയ്യുന്ന കമ്പനിയാണ്. ഏതാണ്ട് കുറച്ച് ടെക്നോക്രാറ്റ്സും കുറച്ച് സ്മാർട്ട് ട്രേഡേഴ്സും കൂടെ കണ്ടുപിടിച്ച ഒരു കമ്പനിയാണ് ഈ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഏതാണ്ട് 3000 പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. 5 രാജ്യങ്ങളിൽ അവർക്ക് ഓഫീസുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഗ്ലോബൽ റവന്യൂ തന്നെ അവരുടെ $20 ബില്യൺ ആണ് അവർക്ക് ഈ പറയുന്ന പോലെ ഗ്ലോബൽ റവന്യൂ. അവർ FY24 ഇന്ത്യയിൽ മാത്രം $2 ബില്യൺ റവന്യൂ ഉണ്ട്. അവരുടെ റവന്യൂ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ജെയിൻ സ്ട്രീറ്റിന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ അവരൊരു ഫേമസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഉണ്ട്, ഒരു ETF. അത് ബേസിക്കലി ഇൻഡെക്സ് ഓപ്ഷൻസിലും ആ ഒരു എന്താ പറയുക ആ ലെവലിലുള്ള ഒരു ഡെറിവേറ്റീവ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അതൊരു അൽഗോരിതം ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. ഈ അൽഗോരിതം ബേസ്ഡ് സ്ട്രാറ്റജി ഭയങ്കര സക്സസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റ് പോലെയുള്ള കമ്പനികളൊക്കെ നമുക്കറിയാം പാൻഡമിക്കിന് ശേഷം എസ്പെഷ്യലി കോവിഡിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല ഗ്ലോബൽ മാർക്കറ്റിൽ ഭേദപ്പെട്ട ഒരു ബുൾ റൺ ഉണ്ടായി. അതിൽ സ്പെസിഫിക്കലി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ബുൾ റൺ കാഴ്ചവെച്ചു എന്നുള്ള ഈ ബുൾ റൺ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോറിൻ ഹെഡ്ജ് ഫണ്ടുകൾ അല്ലെങ്കിൽ അൽഗോരിതമിക് ട്രേഡിംഗ് കമ്പനീസ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു സെബിയുടെ സ്റ്റഡി പറയുന്നത് എന്താ, 2022 മുതൽ 2024 വരെ 10 ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ 9 പേർക്കും കാശ് നഷ്ടമായി എന്നാണ് പറയുന്നത്. അല്ലെ, അങ്ങനെ ഒരു സ്റ്റഡി തന്നെ റിവീൽ ചെയ്തിരിക്കുന്നു എന്നാണ്. അതായത് 1.8 lakh crore നഷ്ടമാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഓപ്ഷൻസിൽ കൂടെ നഷ്ടപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ FY24 മാത്രം നമ്മൾ 2024 മാത്രം നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഓപ്ഷൻസ് ട്രേഡിംഗ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യക്കാർക്ക് 61,000 കോടിയുടെ നഷ്ടം 24 മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 22, 23 ഒക്കെ കൂടെ വരുമ്പോഴാണ് ഈ പറയുന്ന 1.8 lakh crore എന്ന് പറഞ്ഞ ഒരു ഫിഗറിലേക്ക് വരുന്നത്. ഇത്രയും പേര് നഷ്ടമുണ്ടാക്കുന്നത് ഒന്നാണെന്ന് സെബി പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഒരാൾക്ക് നഷ്ടം വരണമെങ്കിൽ വേറെ ആർക്കും പ്രോഫിറ്റ് ഉണ്ടാവണമല്ലോ. അതാണ് ഒരു ട്രേഡ് എന്ന് പറയുന്നത്. സംബഡി എൽസസ് ഗെയിൻ ഇസ് സംബഡി എൽസസ് ലോസ് എന്നുള്ളതാണ്. അതേപോലെ 28,000 കോടി തൊട്ട് 33,000 കോടി വരെ ഇതേപോലത്തെ ഹെഡ്ജ് ഫണ്ട്, അതായത് ETF ട്രേഡ് ചെയ്യുന്ന ഈ ജെയിൻ സ്ട്രീറ്റ് പോലത്തെ ഹെഡ്ജ് ഫണ്ട്സ് കാശുണ്ടാക്കി 2024 എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് സെബിക്ക് തോന്നുന്നു. അതായത് അവരിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഡെക്സ് ഡെറിവേറ്റീവിൽ അവർ ലാർജ് പൊസിഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. എസ്പെഷ്യലി ബാങ്കിങ് ഇൻഡെക്സിലായിരിക്കും കൂടുതൽ അവർ, ബാങ്കിങ് സ്റ്റോക്സിലാണ് അവർ ക്രിയേറ്റ് ചെയ്യണമെന്ന്. എന്നിട്ട് അതേ സ്റ്റോക്സിൽ തന്നെ ക്യാഷ് മാർക്കറ്റിൽ ഇവർ വേറൊരു കളി കളിക്കുന്നുള്ളതാണ്. ഒരു മാനിപ്പുലേഷൻ പോലെയാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് സെബി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് F&O സ്ട്രാറ്റജിയിൽ കുറേയൊക്കെ ഈ ഓപ്ഷൻസിലൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് സെബി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റിൻ്റെ സെബിയുടെ ലെൻസിലാണ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ജെയിൻ സ്ട്രീറ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ജെയിൻ സ്ട്രീറ്റ് ഇത് അവരൊരു കോമ്പറ്റീറ്ററായ മില്ലേനിയം മാനേജ്മെൻറ്റിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ജെയിൻ സ്ട്രീറ്റിൽ വർക്ക് ചെയ്ത കുറച്ച് എംപ്ലോയീസിന് മില്ലേനിയം മാനേജ്മെൻറ്റ് എടുത്തു. അവർ പോകാൻ നേരത്ത് ഇവരുടെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് അവരാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് നഷ്ടമൊക്കെ അതിലുണ്ടാവുന്നുണ്ട്. കാര്യം ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി വേറെ ആരോ കോപ്പി ചെയ്ത് ഞങ്ങൾക്കെതിരെ കളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ജെയിൻ സ്ട്രീറ്റിനെയും കൂടെ സെബിയുടെ ലെൻസിലേക്ക് വന്നേക്കണം. ഞാൻ ഇതെന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പ്രേക്ഷകരും അല്ലാണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ സെബിയുടെ റിപ്പോർട്ട് തന്നെ 10ൽ 9 പേരും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 1.8 lakh crore നഷ്ടമാണ് ഉണ്ടാവുന്നത്. ഈ 2024 മാത്രം 66,000 കോടിയുടെ നഷ്ടം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെയൊക്കെ ലോസ് എവിടെയാണ് പ്രോഫിറ്റ് വരുന്നത്, അതിലൊരു ബെനിഫിഷ്യറിയാണ് ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ആ ജെയിൻ സ്ട്രീറ്റിന്റെ ഇഷ്യൂ ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി അങ്ങോട്ട് അലയടിച്ചേക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ആദ്യം പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് ഒരു പ്രിഫേസ് ആയിട്ട് മാർക്കറ്റിൽ നമ്മൾ പറയും.
യെസ്, ഏതായാലും സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ US ചൈന ആ ഒരു തർക്കം തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് വാച്ച് ചെയ്തിരിക്കുന്നത്. അതൊരു സമവായത്തിലേക്ക് എത്തുകയാണെങ്കിൽ എസ്പെഷ്യലി ഇനി ഈ റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ആശയക്കുഴപ്പം അവിടെ നിലനിൽക്കുന്നത്. ഏതായാലും മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ ഇന്ന് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് PSU ബാങ്ക് സൂചികയിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ അധികം എസ്പെഷ്യലി MPCയുടെ ആ ഒരു റാലിക്ക് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റിന് ശേഷമുള്ള ഒരു റെസ്റ്റിംഗ് മോഡിലാണ് PSU ബാങ്ക് ഇൻഡെക്സ് എന്ന് തന്നെ പറയാം. PSU ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലാണ് എന്ന് വേണം കരുതാനായിട്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ ഇന്ന് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് 1.83% ഒരു നേട്ടം ഇന്ന് രേഖപ്പെടുത്തുന്നത്. എഗെയിൻ സെൻസെക്സിലേക്ക് വന്നാലും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഓട്ടോ ഇൻഡെക്സിൽ ഒരു പോസിറ്റിവിറ്റി കാണുന്നുണ്ട്. IT ഇൻഡെക്സ് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മാരുതി സുസുക്കിയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ വിറ്റാര ഉൽപ്പാദനത്തിൽ അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ആസൂത്രണം ചെയ്തിരുന്നത് 26,000 യൂണിറ്റിന് പകരം എന്നുള്ളത് ഈ റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ ഒരു കൺസേൺ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെപ്റ്റംബറോടുകൂടി 8,000 യൂണിറ്റ് ഉൽപ്പാദനം എന്നുള്ള ഒരു ടാർഗറ്റിലേക്കാണ് കമ്പനി എത്തുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും തുടർന്നുള്ള മാസങ്ങളിൽ ഈ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഇടിവ് നികത്താനായിട്ട് കമ്പനി കൂടുതൽ കോൺസെൻട്രേഷൻ എടുത്തുകൊണ്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഉൽപ്പാദന ലക്ഷ്യം വീണ്ടും കൈവരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാർ, മാരുതി സുസുക്കിയുടെ സ്റ്റോക്ക് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ന് മാരുതിയുടെ സ്റ്റോക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തുടക്കഘട്ടത്തിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോണിലായിരുന്നു ഒരു വ്യാപാരം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മാരുതിയുടെ ഓഹരികളിലേക്ക് വന്നാലും ആ ഒരു മൂവ്മെൻറ്റ് അതേപടി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസും കൂടി അറിയേണ്ടതുണ്ട്. അതിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു വ്യാപാരം കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും 25,100 എന്നുള്ള ഒരു ലെവല് കൈവിടാതെ തന്നെ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് അവസാനിപ്പിക്കുന്ന ഒരു നിഫ്റ്റിയാണ് നമ്മൾ കണ്ടത്. ഇന്നും 25,100 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവൽസ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെയാണ്? ജാസ്മിൻ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 25,225 പോയിന്റായിരുന്നു. 6 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റി 50-ൽ കാണാൻ സാധിക്കും. പ്രോബ്ലം എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ഹെവി വെയ്റ്റ്സിലെ കാര്യമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഇതുവരെ ഇന്ന് കാണാൻ സാധിച്ചിട്ടില്ല. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോയാലും ഇന്ന് ഒരു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ 154 പോയിന്റുകളുടെ ഒരു ഇടിവ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് രേഖപ്പെടുത്തുന്നുണ്ട്. ഓൾ ടൈം ഹൈ നിരന്തരമായിട്ട് തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെയാണ് കഴിഞ്ഞ കുറേ കോൺസിക്യൂട്ടീവ് സെഷനുകളിലായിട്ട് നമ്മൾ കണ്ടത്. ഈ ഒരു ഹൈ ലെവൽസിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്തായിരിക്കണം? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് അണ്ടർ ടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് 3 ട്രേഡിംഗ് സെഷൻസിന് മുൻപായിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ട്രേഡിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പ്രദീപ് സാർ, ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്ക് പോയാൽ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ മാരുതിയുടെ കേസ് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്. എന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഈ റെയർ എർത്ത് മെറ്റീരിയലിൻ്റെ ഒരു കൺസേൺ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഈ വെഹിക്കിൾസിൻ്റെ എസ്പെഷ്യലി ഈ വിറ്റാരയുടെ പ്രൊഡക്ഷൻ ഒന്ന് കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തുകയാണ്. നിലവിലത്തെ ഈ ഒരു ഫാക്ടേഴ്സ് ടെക്നിക്കലി കമ്പനിയെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് സാധ്യത? മാരുതിയുടെ നിലവിലത്തെ ഒരു ട്രെൻഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി മാരുതിയുടെ ഈ ആഴ്ചയല്ല, നമ്മൾ ആക്ച്വലി കഴിഞ്ഞ ഒരു 5-6 മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബ്രോഡായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേണിലോട്ട് മാറ്റി ട്രേഡിംഗ് നടത്തി വരുന്നത്. ആ ഒരു ട്രേഡിംഗ് പാറ്റേണിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 11,900 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കരുത്.
പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ആണ്. ഇന്ന് സ്റ്റോക്കിൽ ഒരു ബ്ലോക്ക് ഡീലിനെ തുടർന്ന് 6% കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നു. 321 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ട്രേഡ് നടക്കുന്നത്. ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്കയാണ് ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കലിൽ ഒരു ബ്ലോക്ക് ഡീൽ വഴി 53,428 ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നത്. ബ്ലോക്ക് ഡീലിനെ തുടർന്നുള്ള ഒരു മുന്നേറ്റം മാത്രമായിട്ടാണ് നമുക്കിതിനെ കൺസിഡർ ചെയ്യേണ്ടത്. നിലവിലെ ഈ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Oriental Carbon and Chemical, first of all, it's a small cap stock. And കഴിഞ്ഞ ഒരു 2 വർഷത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്ന ഹൈ വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് ഓറിയന്റൽ കാർബൺ. ആൻഡ് ഒരുപക്ഷെ ഈ ഒരു ബ്ലോക്ക് ഡീലിന്റെ പ്രതീക്ഷയിലായിരിക്കണം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഓൾറെഡി ഈ സ്റ്റോക്ക് ഒത്തിരി നേട്ടം നമുക്ക് നൽകി കഴിഞ്ഞു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ആ പൊസിഷൻ പുറത്തോട്ട് വരാനായിരിക്കാം നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് IIFL ഫിനാൻസ് ആണ്. ഇന്നൊരു 0.5% നേട്ടം കമ്പനിയുടെ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനി NCD വഴി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് നമ്മൾ കാണുന്നത്. IIFL ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? IIFL Finance, again, it's a small cap stock. ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് 560 രൂപയിലോ അതിനുശേഷം 600 രൂപയിലോ കാണാൻ സാധിക്കുന്നത്. പ്രദീപ് സർ, റെയിൽവേ സെഗ്മെന്റിൽ നിന്നും ടെക്സ്മാക്കോയെ കുറിച്ചാണ് ചോദിക്കുന്നത്. 2.5% ഒരു മൂവ്മെന്റ് ഇന്ന് നമുക്ക് സ്റ്റോക്കിൽ കാണുന്നുണ്ട്. റെയിൽവേ മേഖലയിൽ ടെക്സ്മാക്കോയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 181 രൂപ എന്നുള്ള നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലത്തെ ഒരു മൂവ്മെന്റ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ടെക്സ്മാക്കോ റെയിലിന്റെ ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ലൊരു പോസിറ്റീവ് അണ്ടർടോൺ ടെക്സ്മാക്കോ റെയിലിന് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ 181 രൂപ. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ടെക്സ്മാക്കോ റെയിലിൽ കാണാൻ സാധിക്കും. ഇന്ന് കെയ്ൻസ് ടെക്നോളജീസിന്റെ സ്റ്റോക്കാണ് മറ്റൊരു പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്. 0.5% നേട്ടം കെയ്ൻസിന്റെ ഓഹരികളിൽ കാണുന്നുണ്ട്. കെയ്ൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി കണ്ടക്ടർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് എസ്പെഷ്യലി ആ ഒരു സെമി കണ്ടക്ടറിന്റെ പ്രധാനപ്പെട്ട ആ ഒരു നിലയ്ക്കുള്ള തർക്കങ്ങളൊക്കെ വന്ന സമയത്ത് കെയ്ൻസ്, ഡിക്സൺ തുടങ്ങിയ കമ്പനികളുടെ നേട്ടമൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെയ്ൻസിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? കെയ്ൻസിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് നമുക്കൊരു നേരിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 5950 നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 5900 രൂപയുടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. പ്രദീപ് സർ, ഇന്നിപ്പോൾ മാക്സ് ഫിനാൻഷ്യലിന്റെ സ്റ്റോക്ക് ഒരു ഹൈ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1534 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. മാക്സ് ഫിനാൻഷ്യലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു 52 വീക്ക് ലോ പരിശോധിക്കുന്ന സമയത്ത് സെയിം ഒരു വർഷം മുൻപാണ് 933 രൂപ എന്നുള്ളൊരു നില ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും ഇപ്പോൾ 1553 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? Jasmine, ഇത് 52 വീക്ക് ഹൈ അല്ല, ദിസ് ഇസ് ട്രേഡിംഗ് അറ്റ് ദ ഓൾ ടൈം ഹൈ. ആൻഡ് മാക്സിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്ത 2 മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 1560 അതിനുശേഷം 1580 ആയിരിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1490. ഓക്കെ പ്രദീപ് സാർ, നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് പ്രധാനമായിട്ടും ഇനി പ്രേക്ഷകരുടെ അറിവിലേക്ക് ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്കോ നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. താങ്ക്സ് ഫോർ ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഒത്തിരി ദിവസമായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ സ്റ്റോക്ക് ഇസ് MobiKwik. ആൻഡ് MobiKwik ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു സ്റ്റോക്കാണ് MobiKwik. ബട്ട് ഇന്നത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും നമുക്ക് ഓൾറെഡി ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു 6.5% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. This is basically breaking out
ഇതിന്റെ ഒരു കാര്യം ഓർക്കേണ്ടത്, ദിസ് നോട്ട് എ പ്രോഫിറ്റ് ടേക്കിംഗ് കമ്പനി, ഇതൊരു ഷോർട്ട് ടേം മൊമെന്റം പ്ലേ ആയിരിക്കും. ആൻഡ് ഒരു ഡിസ്ക്ലോഷർ, എനിക്ക് ഓൾറെഡി ഈ സ്റ്റോക്കിൽ ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു. സുരജ് സർ, നമുക്കിനി ഏതായാലും മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് കൂടി പോകാം. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ സഫ്വാനാണ് ജോയിൻ ചെയ്തത്. ഗുഡ് മോർണിംഗ് സഫ്വാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്ന് മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എസ്പെഷ്യലി 25,100 ആണ് നമ്മൾ വാച്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ എന്ന് പറയുന്നത്. ഇനി മുന്നോട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? യെസ് ജസ്മിൻ, ഇപ്പോൾ നിഫ്റ്റിയിൽ 0.18% നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലായിട്ട് 0.16% ഇടിവും. നിഫ്റ്റിയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 21 സ്റ്റോക്കുകൾ അഡ്വാൻസായും 29 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ് കാണപ്പെടുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 2 സ്റ്റോക്കുകൾ അഡ്വാൻസും 10 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഈ റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർഗറ്റായി 25,800 എന്ന ലെവലും എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് 3 ഡേയ്സിലെ മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് 2 ഡേയ്സിലുണ്ടായിരുന്ന 50 വീക്ക് ഹൈ റേഷ്യോനേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഒരു ഹെൽത്തി സ്റ്റേറ്റ്, അതായത് ഗുഡ് എൻവയോൺമെന്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 1.58% മുന്നേറ്റവും കോൾ ഇന്ത്യ 1.76% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 1.58% മുന്നേറ്റവും ബജാജ് ഓട്ടോ നേരിയ തോതിലുള്ള മുന്നേറ്റവുമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിലെ ടോപ്പ് ലോസസിൽ ശ്രീറാം ഫിനാൻസ് 0.52% ഇടിവും ഗ്രാസിം ഇൻഡസ്ട്രീസ് നേരിയ തോതിലുള്ള ഇടിവും രേഖപ്പെടുത്തുന്നു. അതുപോലെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നേരിയ തോതിലുള്ള മുന്നേറ്റവും അതുപോലെ ICC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റം മാത്രമാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലോസസിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് 0.83% ഇടിവും ബാങ്ക് ഓഫ് ബറോഡ, അതുപോലെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, SBI എന്നീ വരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഫ്ലാറ്റ് സ്റ്റേറ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ എല്ലാ സ്റ്റോക്കുകളും പെർഫോമൻസ് ചെയ്യുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ബേസ് ബ്രേക്ക്ഔട്ട് ലഭിച്ച് ഇപ്പോൾ റീടെസ്റ്റ് സോണിലേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 56K റേഞ്ച് ഒരു ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അടുത്തതായി നമുക്ക് റെയിൽവേ ഓഹരി റെയിൽടെലിൻ്റെയും RVNലെല്ലാം ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് റെയിൽടെലിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വോളിയം ബേസ്ഡ് സെല്ലിംഗ് ആണ്. ഇന്ന് ലാസ്റ്റ് ഡേയുടെ ലോ കീപ്പ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഹോൾഡ് ബ്രേക്ക് ഡൗൺ നടക്കുകയാണെങ്കിൽ, ലാസ്റ്റ് ഡേയുടെ ലോ ബ്രേക്ക് ഡൗൺ നടക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ മോർ പ്രോഫിറ്റ് ബുക്കിംഗ് പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്നും ബ്രേക്ക്ഔട്ട് റാലി പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി സെയിം സെക്ടറിലുള്ള RVNLന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. ലാസ്റ്റ് ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നെങ്കിൽ പോലും ഇന്നൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സ്പെർട്സ് ഒപ്പീനിയൻ ഇത് VCP പാറ്റേൺ ഫോം ചെയ്ത ഒരു ബേസ് ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി എന്നതാണ്. അടുത്തതായി ട്രെൻഡിങ് സ്റ്റോക്സിലുള്ള പാരാദീപ് ഫോസ്ഫേറ്റ്സ് അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് കാൻഡിഡേറ്റായി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. കൺഫേം അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. 158 ഒരു സ്ട്രോങ് സപ്പോർട്ടായി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ റീസെന്റ് ആയിട്ട് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മോർ റാലി പോസിബിലിറ്റി എന്നതാണ്. അടുത്തതായി ലാസ്റ്റ് ഡേ ബ്രേക്ക്ഔട്ട് നടന്ന അദാനി പവറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 587 എന്ന ലെവലിൽ നിന്നാണ് ലാസ്റ്റ് ഒരു ബേസ് ബ്രേക്ക്ഔട്ട് നടന്നത്. അത് വിത്ത് ഹൈ വോളിയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഇന്നൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു ബ്രേക്ക്ഔട്ട് ഏരിയയിൽ ഒരു റീടെസ്റ്റ് പോസിബിലിറ്റി സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഡാറ്റ പാറ്റേൺസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡാറ്റ പാറ്റേൺസ് ഇപ്പോൾ കൺഫേം അപ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു സ്ലോ ആൻഡ് ചോപ്പി മൂവർ ആയിട്ടാണ് ഈ സ്റ്റോക്കിന്റെ കറന്റ് റീസെന്റ് മൂവ്മെന്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 2885 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡോ തിയറി പ്രകാരമുള്ള ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്ന അലോക് ഇൻഡസ്ട്രീസിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് 2 ഡേയ്സ് ആയിട്ട് നല്ല വോളിയം ഇൻഡിക്കേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്.
നല്ല മൊമെൻ്റം ക്യാൻഡിൽസ് ആണ് റീസെൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ളത്. ഒരു ബേസ് ബ്രേക്ക്ഔട്ട് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേഷൻ സൂചിപ്പിക്കുന്നത് മോർ റാലി പോസിബിലിറ്റി എന്നതാണ്. അടുത്തതായി ട്രെൻഡിങ് സ്റ്റോക്സിലുള്ള മറ്റൊരു സ്റ്റോക്കായ എലിക്കോൺ എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് കാൻഡിഡേറ്റ് ആയി, അത് പവർ പ്ലേ ട്രേഡിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്കായിട്ടാണ് ഈ സ്റ്റോക്കിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹൈ റിസ്കി ക്വിക്ക് ഗെയിൻ എന്ന ടൈപ്പ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന സ്റ്റോക്കാണ്. ഇതിന്റെ അപ്സൈഡ് റാലി 718 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് റീസെന്റ് വോളിയം ഇൻഡിക്കേഷൻസ് എല്ലാം ന്യൂട്രൽ ആണ്. ഇനി സെക്ടോറിയൽ ഇൻഡീസസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മീഡിയ സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ലാസ്റ്റ് ഡേ എല്ലാം ഹയർ ലെവലിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. 1750 എന്ന റെസിസ്റ്റൻസിന് അരികെയായിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഈ സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. ഇതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി IT സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ടറും റെസിസ്റ്റൻസ് സോണിന് അരികെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കറണ്ട് ഡേ ഒരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രോങ് സപ്പോർട്ടായി 36,700 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി FMCG സെക്ടറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 ക്യാൻഡിൽ സ്പെക്കുലേറ്റീവ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാൻഡിൽസ് വിത്ത് മൊമെന്റം ബിൽഡപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. 57,660 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ് ഈ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രോങ് സപ്പോർട്ടായി 55,000 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ടറിന്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ലോവർ ലെവലിലെ ഒരു ഷേക്ക് ഔട്ട് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. മറ്റൊരു സെക്ടർ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാർമ സെക്ടറാണ്. ഇതും ഒരു ബ്രേക്ക്ഔട്ട് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 22,000 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ഇന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരു VCP ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി നമുക്ക് ഇതിൽ നിന്നും കാണാമെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി സ്റ്റോക്ക് എഡ്ജ് ഫോക്കസ് ലിസ്റ്റിലുള്ള KNR കൺസ്ട്രക്ഷന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റേജ് 4ലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അത് ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ ഇതിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ബിയറിഷ് ട്രെൻഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ മൊമെന്റം ബിൽഡപ്പ് ക്യാൻഡിൽസ് റീസെന്റ് ഫോം ചെയ്തിട്ടുണ്ട്. ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വീക്ക് ടെക്നിക്കൽ സ്റ്റേറ്റിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. 250 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി മറ്റൊരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് HBL എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കറന്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 5 ഡേയ്സിൽ ഉണ്ടായിരുന്ന ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. അത് ലാസ്റ്റ് ഇയർ ഡിസംബറിൽ, ബട്ട് ഇതിന്റെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ ഡിസംബറിലെല്ലാം ഹയർ ലെവലിൽ ഡബിൾ ടോപ്പ് ബേസ്ഡ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ്. 628 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സെക്ടറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ക്യാൻഡിൽ പിക്കുലാരിറ്റി നോക്കുമ്പോൾ സ്ലോ ആൻഡ് ചോപ്പി മൂവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി മറ്റൊരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റോക്ക് എഡ്ജിലെ PTC ഇന്ത്യന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. 190 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാം. സ്റ്റോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സ്ലോ ആൻഡ് ചോപ്പി മൂവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 165 എന്ന ലെവലും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ 27 മെയ്യിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ വോളിയം ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചോളം വീക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി റീസെന്റ് റാലി നടത്തുന്ന OFSന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ OFS റീസെന്റ് ലാസ്റ്റ് വീക്കിലെല്ലാം നല്ലൊരു വോളിയം ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി മാർക്കറ്റിൽ ഇപ്പോൾ ഒട്ടുമിക്ക സ്റ്റോക്കുകളെല്ലാം ബ്രേക്ക്ഔട്ട് നടന്നിട്ട് റീടെസ്റ്റ് സോണിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേഷൻസ് ആണ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഓവറോൾ കാണാൻ സാധിക്കുന്നത്. അതാണ് ഒട്ടുമിക്ക സ്റ്റോക്കിലും റീസെന്റ് ബ്രേക്ക്ഔട്ട് നടന്നിട്ട് ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്ട്രോങ് മൂവേഴ്സ് 107 ആണ്. അത് ഗുഡ് നമ്പർ ആണ്. അതായത് MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഹെൽത്തി സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ജാസ്മിൻ. ഓക്കെ, സഫാനാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് പങ്കുവച്ചത്.
സർ നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ സെഷനിൽ നമ്മൾ ലിസ്റ്റഡ് സ്പേസിലുള്ള കുറേ അധികം സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പ്രേക്ഷകർക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ തന്നെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് അവറിലേക്ക് വന്നിരിക്കുന്ന ഒരു ക്വയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺലിസ്റ്റഡ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് ഒരു നല്ല തീരുമാനമാണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട കീ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എസ്പെഷ്യലി അതിനകത്ത് എടുത്തു പറയുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഒരു പെർഫോമൻസ് ചോദിച്ചുകൊണ്ടാണ് വൺ മിസ്റ്റർ ഷാരോൺ ജോസ് ഒരു കമൻറ്റ് നമുക്ക് നൽകിയിരിക്കുന്നത്. ജാസ്മിൻ, തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അൺലിസ്റ്റഡ് ഷെയർസിനെ കുറിച്ചും അത് ലിസ്റ്റഡ് ഷെയർസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നൊരു പക്ഷേ നമുക്ക് സ്പോട്ട് ലൈറ്റിൽ അതെടുക്കാം അല്ലേ, വേറൊരു സ്റ്റോക്കിനെക്കാളും സ്പോട്ട് ലൈറ്റിൽ അതെടുത്ത് സംസാരിക്കാൻ തോന്നുന്നു. പക്ഷേ അതിന് മുമ്പ് ചെറുതായിട്ട് ഒരു മിനിറ്റ് വേറൊരു കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതായത് നമ്മൾ സീ ന്യൂസിൻ്റെയൊക്കെ നമ്മൾ സ്പോട്ട് ലൈറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നൊരു സ്റ്റോക്ക്, എനിക്ക് തോന്നുന്നു സ്പോട്ട് ലൈറ്റിൽ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സീ എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്തൊരു സ്റ്റോക്കാണ്. അതിപ്പോൾ സീ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള അറിഞ്ഞതിൽ നമുക്ക് വലിയ സന്തോഷം. അതുകൂടാതെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് ഒരു ന്യൂസ് വന്നേക്കെന്ന് വെച്ചാൽ ഈ സീ ഉണ്ടല്ലോ, അവർ സോണി ആയിട്ടുള്ള ഒരു ടൈപ്പിന് വേണ്ടി മാക്സിമം ശ്രമിച്ചിരുന്നില്ലേ, ആ സമയത്ത് അവർ Z5 എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ആ Z5 എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലേക്ക് ഓവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അവർ ഓവർ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ സോണി ആയിട്ടുള്ള ഡീൽ ടൈപ്പ് നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഒരു ഓവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. ബട്ട് അത് വേണ്ട രീതിയിൽ അത് സ്പാൻ ഔട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. സോണി ആയിട്ടുള്ള മെർജർ നടന്നില്ല. അപ്പോൾ ഈ Z5 ഒരു ലയബിലിറ്റി ആയിട്ട് അവരുടെ സിസ്റ്റത്തിൽ നിൽക്കുകയാണ്. ഇപ്പം മാനേജ്മെന്റ് അതിൽ വർക്കൗട്ട് ചെയ്ത് അതിൽ നല്ലൊരു പ്ലാൻ കൊണ്ടുവന്നിട്ട് ഇപ്പം നന്നായിട്ട് അത് ലോസിലായിരുന്നു Z5 എന്ന് പറയുന്നത്. ആ Z5 എന്ന് പറയുന്നത് ലോസസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല, ഈ വരാൻ പോകുന്ന കൊല്ലം അതായത് FY26 60% അതിൻ്റെ ലോസിനെ അവർ കവർ ചെയ്ത് മാറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് വെരി എൻകറേജിങ് ഫോർ സീ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ കമ്പനിക്ക് തിരിച്ചു വരാനുള്ള എല്ലാ ചേരുവകളും ആ ബിസിനസ് ഡൈനാമിക്സിൽ സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ 2-3 കമ്പനിയുടെ കാര്യം കൂടെ പറയാനുണ്ട്. നെൽക്കോ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. നാൽക്കോ അല്ല, നാഷണൽ അലൂമിനിയം കമ്പനിയിലെ നെൽക്കോ, NELCO. ഈ നെൽക്കോ എന്ന് പറഞ്ഞാൽ ഡാറ്റാ ബേസ് കമ്പനി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റിമോട്ട് ലൊക്കേഷൻസിൽ ഇന്റർനെറ്റ്, അതായത് നമുക്ക് വയർ ചെയ്ത് ഓപ്റ്റിക് ഫൈബർ കേബിൾ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മൾ വേണമെങ്കിൽ ഒരു ഐലൻഡ്, അല്ലെങ്കിൽ വെള്ളത്തിന് നടുക്ക് സ്ഥിതി ചെയ്യണ ഓയിൽ റിഗ്, അല്ലെങ്കിൽ ഒരു ഷിപ്പ്, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ്, അല്ലെങ്കിൽ വളരെ റൂറലായിട്ട് വില്ലേജിൽ കിടക്കുന്ന അങ്ങോട്ട് റോഡ് കണക്ടിവിറ്റി ഒന്നുമില്ല, അങ്ങനത്തെ സ്ഥലങ്ങൾക്ക് എങ്ങനെയാണ് നമുക്കൊരു ഇന്റർനെറ്റ് കിട്ടുക? VSAT സാറ്റലൈറ്റ് വഴിയാണ് നമുക്കിത് കിട്ടുന്നത്. അത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ഗ്രൂപ്പ് കമ്പനി ആയിട്ടുള്ള ഈ നെൽക്കോ എന്ന് പറയുന്ന കമ്പനി. ഈ നെൽക്കോൻ്റെ ഈ സാധാരണ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഈ ഓയിൽ റിഗ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ റിഗ്സ്, എയർക്രാഫ്റ്റ്, ഷിപ്പ്. ബട്ട് അതിന് പല ക്ലിയറൻസുകളൊക്കെ വേണം. സെക്യൂരിറ്റി ക്ലിയറൻസും പല ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ ക്ലിയറൻസും സിവിൽ ഏവിയേഷൻ്റെ ക്ലിയറൻസും ഒക്കെ വേണം. ഓരോ റെഗുലേറ്ററി പ്രോസസ് കൂടെ ഒക്കെ നടന്നുകൊണ്ട് ഇപ്പോൾ ഓയിൽ റിഗിലൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 2200 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 978 ആണ്. അതിന്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 1502 ആണ്. അതിന്റെ ലോ എന്ന് പറയുന്നത് 706 ആണ്. റൈറ്റ്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നെൽക്കോ ഏതാണ്ട് 8.38%. ഞാനിന്ന് രാവിലെ ഞാനിത് മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. കാര്യം അതിനകത്തൊരു പോസിറ്റിവിറ്റി കാണുന്നു എന്നുള്ളതാണ് നാൽക്കോനകത്ത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു വെക്കണമെന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത് 9:30 ആണ്. ഇപ്പോൾ ഏതാണ്ട് 10 മണിയായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. പിന്നെ ഞാൻ അതിലേക്ക് അടുത്ത സ്പോട്ട് ലൈറ്റുകൾ ഈ വരുന്ന എപ്പിസോഡുകളിലേക്ക് ഞാൻ ഈ നെൽക്കോ കവർ ചെയ്യാം. അതുപോലെ തന്നെ VIP ഇൻഡസ്ട്രീസ്, മേക്കർ ഓഫ് ദ ലഗേജ് ബ്രാൻഡ് അല്ലേ, അതിനൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു വെച്ചാൽ അവർ ഇൻവെന്ററി കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. രണ്ടാമത് അവർ ചൈനയിലായിരുന്നു അവരുടെ ബാക്ക് എൻഡ് കംപ്ലീറ്റ് സപ്ലൈ, റോ മെറ്റീരിയൽ സപ്ലൈയും പ്ലാസ്റ്റിക്കും ഒക്കെ അവിടെ നിന്നായിരുന്നു വന്നിരുന്നത്. ആ ചൈന കോവിഡ് വന്നപ്പോൾ ഡീറിസ്ക് ചെയ്യാൻ വേണ്ടി ഇവർ ബംഗ്ലാദേശ് ഉണ്ടാക്കി. ബംഗ്ലാദേശിൽ നിന്ന് വന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു ടൈമിൽ അത് വളരെ പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇഷ്യൂ ആയപ്പോൾ അതെല്ലാം കൂടെ നെഗറ്റീവായി. ഈ കമ്പനി വളരെ നെഗറ്റീവായിട്ട് കിടക്കുകയായിരുന്നു. മേക്കേഴ്സ് അവരുടെ ബ്രാൻഡ് നമുക്കറിയാലോ, VIP ബ്രാൻഡ് തന്നെ ഉണ്ട് അവർക്ക്. അരിസ്ട്രോക്രാറ്റ് ഉണ്ട്, സ്കൈ ബാഗ് ഉണ്ട്, കാപ്രീസ് എന്ന് പറഞ്ഞ ലേഡീസ് ഉണ്ട്, ഹയർ എൻഡ് സെഗ്മെന്റിൽ കാർട്ടൺ ഉണ്ട്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ കമ്പനിയാണ്. ടെമ്പററി ഇഷ്യൂസ് സറൗണ്ട് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് ഇത്. ഏതാണ്ട് എന്താ എനിക്ക് തോന്നുന്നു 370 രൂപയാണ് ഞാനിത് എഴുതുമ്പോൾ. ഇന്ന് വില എത്രയെന്ന് അറിയില്ല. 5259 ക്രോർ മാർക്കറ്റ് ക്യാപ്പിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ 52 വീക്ക് ഹൈ 722 ആയിരുന്നു, ലോ 248. അൺഫോർച്ചുനേറ്റ്ലി സോറി ഫോർ ദാറ്റ്. കാര്യം ഇത് നേരത്തെ പ്രിപ്പയർ ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ളത്. പിന്നെ മൂന്നാമത് പറഞ്ഞു വെക്കേണ്ടത് നമ്മുടെ മരിച്ചുപോയ എന്നത്തെയും ലെജൻഡറി ഇൻവെസ്റ്റർ ആയ രാകേഷ് ജുൻജുൻവാലയുടെ ഒരു സ്റ്റോക്കാണ് ക്രിസിൽ എന്ന് പറയുന്നത്. ആ ക്രിസിലിന്റെ മാർക്കറ്റ് പ്രൈസ് 5510 ആണ്. മാർക്കറ്റ് ക്യാപ്പ് 40,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഫെയർലി ലാർജ് കമ്പനിയാണ്. അതിന്റെ 52 വീക്ക് ഹൈ 6950 ആണ്, 52 വീക്ക് ലോ 3973 ആണ്. ഇത് ബേസിക്
ബേസിക്കലി ഒരു ഭയങ്കരമായിട്ട് ഓവർ വാല്യൂഡ് സ്റ്റോക്കാണ്. ബട്ട് അതിൽ ഭയങ്കരമായിട്ട് 2 ദിവസമായിട്ട് ഞാൻ ഇന്നലെ ഈ ഹോട്ട് സീറ്റിൽ ഇല്ലായിരുന്നു, എങ്കിലും നന്നായിട്ട് അതിനകത്തൊരു വോളിയൂം ഡെലിവറിയും നടന്നിരുന്നു എന്നുള്ള. അപ്പോൾ ക്രിസിൽ VIP ഈ പറഞ്ഞ പോലെ നെൽക്കോ ഒക്കെ നമുക്കൊന്ന് ഒരു സ്റ്റോക്ക് ഇൻ ന്യൂസ് ആയിട്ടൊന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ സ്പോട്ട്ലൈറ്റിലേക്ക് തന്നെ വരാം. ഈ പറഞ്ഞ പോലെ അൺലിസ്റ്റഡ് ഷെയർസ് എന്താണെന്നുള്ളത്. അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് ബേസിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഷെയർസ്. അതായത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമുക്കറിയാലോ, ബേസിക്കലി അത് BSEയും NSE ആണ് അത് ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നത്. അതിൽ റെക്കഗ്നൈസ് ചെയ്യാത്ത ആ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളെയാണ് നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ സിയാലൊക്കെ അതിൽ വരുന്ന ഒരു കമ്പനി തന്നെയാണ്. എന്നാൽ ഇത് സെബി തന്നെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. എന്നാൽ ലിസ്റ്റഡ് കമ്പനിയുടെ അത്രയും ഒരു കൺട്രോൾ സെബിക്ക് ഇതിനകത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ സെബി അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല അൺലിസ്റ്റഡ് ഷെയർസിൽ. ഞാനിത് നരേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഒരു അൺലിസ്റ്റഡ് കമ്പനിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അഡ്വാൻറ്റേജിന് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് IPOക്ക് വരുന്ന പോലെ, അതായത് ഏർലി എൻട്രി കിട്ടും. നമുക്കത് IPO വരുമ്പോഴത്തേക്കും നാട്ടുകാരൊക്കെ അറിയും വലിയൊരു IPO ആണെന്ന്. നമ്മൾ പത്രങ്ങൾ ഡിസ്കസ് ചെയ്യും, മീഡിയാസ് ഡിസ്കസ് ചെയ്യും, അതൊക്കെ പോപ്പുലർ ആവും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഒരു നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യണം, അത് ആർക്കും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലിസ്റ്റ് ചെയ്യണതിന് IPO വരുന്നതിന് മുമ്പേ തന്നെ നമുക്കത് മേടിക്കാനുള്ള ചാൻസ് കിട്ടും. ഏർലി എൻട്രി ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സൊമാറ്റോ, സ്വിഗ്ഗി, ഓല പോലെയുള്ള കമ്പനികളിൽ, പേടിഎം പോലെയുള്ള കമ്പനികൾ നമുക്കൊരു ഏർലി എൻട്രി കിട്ടിയിരുന്നെങ്കിലോ. ഇപ്പം മാർക്കറ്റിൽ വന്നതോടുകൂടി അത് ഒരുപാട് പേര് അറിഞ്ഞു, പോപ്പുലറായി എന്നുള്ളത്. അപ്പോൾ ഏർലി എൻട്രി എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫേവറബിൾ വാല്യുവേഷൻ, അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഫേവറബിൾ വാല്യുവേഷൻ എന്ന് വെച്ചാൽ ഈ IPO ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ IPO തന്നെ നമ്മൾ പ്രീമിയം ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഒരിക്കലും അണ്ടർ വാല്യുവേഷനിൽ ഒരിക്കലും IPO ലിസ്റ്റ് ചെയ്യാറില്ല. IPO പ്രീമിയം വാല്യുവേഷനിൽ ലിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ലിസ്റ്റിംഗ് ഗെയിൻസും കൂടെ വരുമ്പോൾ ഏതാണ്ട് 100 രൂപ വിലയുള്ള സ്റ്റോക്ക് 200 രൂപയിലൊക്കെയാണ് ട്രേഡ് ചെയ്യണത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അൺലിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ചീപ്പ് വാല്യുവേഷനിൽ മേടിക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയിരുന്നു കുറേ നാൾ മുമ്പേ വരെ എന്നുള്ളതാണ് അതിനകത്തുള്ള രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ഒരു വലിയൊരു ഇക്വിറ്റി ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അയാളുടെ ഒരുപാട് പൈസ, അതായത് ഷെയർസിൽ കുറേ പൈസയുണ്ട്, ഗോൾഡിൽ പൈസയുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ചിലുണ്ട്, റിയൽ എസ്റ്റേറ്റിലുണ്ട്, ബോണ്ടുകളിലുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റിലുണ്ട്, ഇങ്ങനെ കുറേ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അതിൽ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണതിൽ തന്നെ നമ്മൾ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യും, അല്ലേ? മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ഉണ്ട്, ലാർജ് ക്യാപ് സ്റ്റോക്ക് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ഉണ്ട്, മൈക്രോ ക്യാപ്പ് എന്നൊക്കെ പറയും പോലെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഡക്റ്റ് ആയിട്ട് അൺലിസ്റ്റഡ് ഷെയർസിനെ എടുക്കാം എന്നുള്ള. ഈ അൺലിസ്റ്റഡ് ഷെയർസിനെ എടുക്കുന്നത് കൊണ്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാം. ഇതെന്ന് പറയുന്നത് ഒരു മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഇതിന് ഈ മാർക്കറ്റ് വോളറ്റിലിറ്റി ഇല്ല. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ ഈ ഇറാറ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അൺലിസ്റ്റഡ് ഷെയർസിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ മനസമാധാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ഈ അൺലിസ്റ്റഡ് സ്റ്റോക്സിലുണ്ടെന്നുള്ള. അപ്പോൾ ഈ 4 ബേസിക് അഡ്വാൻറ്റേജസ് ആണ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയിൽ മേടിക്കുന്നതുകൊണ്ട് ഒരു ഇൻവെസ്റ്ററിന് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഇതിന് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലാക്ക് ഓഫ് ലിക്വിഡിറ്റിയാണ്. അതായത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ? നമുക്കിപ്പോൾ ഒരു സ്റ്റോക്ക് നമുക്കിപ്പോൾ സെല് ചെയ്യണം തോന്നി, അത് എന്തുകൊണ്ടാവട്ടെ, ഓവർ വാല്യൂഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മറ്റന്നാളത്തേക്ക് പൈസ ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും, പെട്ടെന്നൊരു എമർജൻസി പർപ്പസിന് നമുക്ക് സെല് ചെയ്യേണ്ടി വന്നാൽ ഉടനെ നമ്മൾ ഓർഡർ ഇടുന്നു. ഓർഡറും ഒരു സെല്ലറും ബയറും തമ്മിൽ ഓർഡർ മാച്ച് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. T+2 സിസ്റ്റം അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കാറ്റഗറി അനുസരിച്ച് ചിലപ്പോൾ T+1 സിസ്റ്റത്തിൽ നമുക്ക് കാശ് കിട്ടുന്നു, ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു, നമുക്കത് ഉപയോഗിക്കാമെന്നുള്ള. പക്ഷേ ഇതിൽ പെട്ടെന്നൊരു ബയറിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുമാത്രമല്ല, കിട്ടിയാൽ തന്നെ ഈ പറയുന്ന പോലെ പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കണമെന്നില്ല, ഫോർമാലിറ്റിയൊക്കെ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പറയില്ലേ, ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന മാർക്കറ്റ് തന്നെയാണ്, ഒരു ചന്ത തന്നെയാണ്. വെയർ സേവേഴ്സ് ഓഫ് ക്യാപിറ്റൽ മീറ്റ്, അതായത് ക്യാപിറ്റൽ കയ്യിലുള്ളവരും കമ്പനിക്ക് ക്യാപിറ്റൽ ആവശ്യമുള്ള കമ്പനികളും മീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതായത് കമ്പനികൾക്ക് കുറച്ച് ക്യാപിറ്റൽ എക്സ്പാൻഷൻ വേണം, എന്നാൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ പൈസയുണ്ട്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. അതിൽ നമ്മൾ കമ്പനിക്ക് പൈസ കൊടുക്കുന്നു, നമുക്ക് ഷെയർ കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ആ ഷെയർ വിറ്റുമാറണം എന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരാൾക്ക് ഈ ഷെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ വിൽക്കാൻ ഒരാൾ വേണം. ഇതൊക്കെ നടക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന്. അപ്പോൾ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരുപാട് ആക്ടിവിറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് വി വിൽ കോൾ ട്രേഡിംഗ്. അതിനെ ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെ അത് ഡേ ട്രേഡ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ മേടിക്കുന്നവരുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ ആ ഒരു ലിക്വിഡിറ്റി സപ്പോർട്ട് ഈ അൺലിസ്റ്റഡ് സ്റ്റോക്സിന് തരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്, ഒരു ട്രാൻസ്പെറൻസി ഇല്ല.
പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ. ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഗുണം എന്തെന്നറിയാം, അതിനകത്ത് ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഉണ്ട്. നമ്മൾ പറയുന്ന പ്രൈസ് ഡിസ്കവറി മെക്കാനിസം എന്നാണ്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ്. ആ റിലയൻസ് ഇൻഡസ്ട്രീസിൽ ബയേഴ്സും ഉണ്ട്, ബുള്ളും ഉണ്ട്, ലോങ് പിടിച്ച ആളുമുണ്ട്, ഷോർട്ട് പിടിച്ച ആളുമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും പല പല സ്റ്റാൻഡാണ് ആ സ്റ്റോക്കിൽ എടുക്കുന്നത്. ബട്ട് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എല്ലാം ഡൈജസ്റ്റ് ചെയ്തിട്ട് കളക്റ്റീവായിട്ട് വരുന്ന ഔട്ട്കമാണ്. അതായത് ലോങ്ങും ഷോർട്ടും എല്ലാം കൂടെ പറഞ്ഞു തീർത്ത് വെളിയിൽ വരുന്ന ഒരു ഔട്ട്കമാണ് ആ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബട്ട് അൺലിസ്റ്റഡ് ഷെയർസിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് പ്രൈസിങ് ഇല്ല. അതായത് വിൽക്കുന്ന ആൾ ചോദിക്കുന്ന വില തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ബ്രോക്കർ പറയുന്ന വില നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ലീഗൽ ആൻഡ് റെഗുലേറ്ററി ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ സെബി തന്നെയാണ് ഈ അൺലിസ്റ്റഡ് ഷെയർസിനെ കൺട്രോൾ ചെയ്യുന്നത്. അൺലിസ്റ്റഡ് കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്നത് സെബി ആണെങ്കിൽ പോലും ലിസ്റ്റഡ് ഷെയർസിൻ്റെ അത്രയുള്ള ഒരു കംപ്ലയൻസോ റൂൾസോ റെഗുലേഷൻസോ അൺലിസ്റ്റഡ് മാർക്കറ്റിന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ അൺലിസ്റ്റഡ് ഷെയർസ് മേടിക്കുമ്പോൾ സെബിയുടെ നിന്ന് കിട്ടാവുന്ന സപ്പോർട്ടും ലിമിറ്റഡാണ്, ലീഗൽ സപ്പോർട്ടും ലിമിറ്റഡാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബോണസ്, സ്പ്ലിറ്റ്, ഡിവിഡൻഡ്. നമ്മളിപ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അത് അറിയാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പത്രം, അല്ലെങ്കിൽ നമുക്കൊരു SMS അലേർട്ട് വരാം, നമുക്കൊരു മെയിൽ വരാം, അല്ലെങ്കിൽ കമ്പനിയുടെ സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് ചാനലുകളോ മീഡിയോ അത് നമ്മളെ അറിയിക്കും. ബട്ട് അൺലിസ്റ്റഡ് ഷെയർസിൽ അങ്ങനെ വളരെ പോപ്പുലറായിട്ട് അറിയുന്ന കാര്യമല്ല. കാര്യം ആ കമ്പനികൾക്ക് ഈ മീഡിയകളിൽ കൂടെ കൊടുക്കണം എന്നുള്ള ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇത്തിരി റിലാക്സ്ഡ് ആണ്. അതേസമയം ലിസ്റ്റഡ് കമ്പനീസിന് ഇന്ന മാനദണ്ഡങ്ങളുണ്ട്, നമ്മളിത് ഇങ്ങനത്തെ രീതിയിലൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഒരു IPO, നമ്മളിപ്പോൾ ഒരു IPO വരുന്ന കമ്പനിയുടെ അൺലിസ്റ്റഡ് ഷെയർ ഒരു 6 മാസത്തിന് മുമ്പ്, IPOയ്ക്ക് 6 മാസം മുമ്പെയാണ് മേടിക്കണമെങ്കിൽ അതിന് IPO വന്നതിന് ശേഷം ഒരു 6 മാസത്തോളം ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ട്രാൻസാക്ഷൻ സെക്കൻഡറി മാർക്കറ്റിൽ മേടിക്കുന്ന പോലെ, അതായത് ലിസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മാർക്കറ്റിനാണല്ലോ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്, ആ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഈ മാർക്കറ്റിൽ കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ നമ്മളൊരു അൺലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം IPO വരുമ്പോൾ എക്സിറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയൻസ് വയലേഷനോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേഷൻ കാരണം ചിലപ്പോൾ ഇവർക്ക് IPOനുള്ള നോഡ് അല്ലെങ്കിൽ ഒരു പെർമിഷൻ സെബിയുടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോവില്ല എന്നുള്ളത് ഈ 5ാമത്തെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. 6ാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണെന്ന് വെച്ചോ, ഇപ്പോൾ എസ്പെഷ്യലി മെയിൻ ലൈൻ കമ്പനികളാണെങ്കിൽ ഒരു റിസൾട്ട് കൊണ്ടുവന്നാൽ ആ റിസൾട്ടിനെ കുറിച്ച് അവരൊരു മാനേജ്മെൻറ്റ് അനാലിസിസ് നടത്തി അവരൊരു കോൺഫറൻസ് കോളും അനലിസ്റ്റ് കോളും ഒക്കെ വെച്ചിട്ട് നമ്മളെപ്പോലത്തെ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഡയൽ ഇൻ ചെയ്ത് കയറി നമുക്ക് മാനേജ്മെൻറ്റ് പറയണതൊക്കെ കേട്ട് അവരടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് അവരതിന് ഉത്തരം പറഞ്ഞ് അവരത് കൂടാതെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അയച്ച് ഒരുപാട് ഇൻവെസ്റ്റർ ഡിസ്ക്ലോഷേഴ്സ് നടക്കുന്നുണ്ട്. അതൊക്കെ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണമെന്നും സെബി പറയുന്നുണ്ട്. അതായത് കോൺ കോളിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്യണം, ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും വലുതായിട്ട് പാലിക്കേണ്ട ആവശ്യമില്ല അൺലിസ്റ്റഡ് ഷെയർസിന്. അപ്പോൾ ഒരു ലാക്ക് ഓഫ് പ്രോപ്പർ റിസർച്ച് അതിനകത്ത് നടക്കില്ല എന്നുള്ളതുകൂടെ നമ്മൾ പറഞ്ഞു വെക്കണം എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അൺലിസ്റ്റഡ് ഷെയർസ് ട്രേഡ് ചെയ്യണതിൽ വളരെ ഹൈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ലിസ്റ്റഡ് പോലെയല്ല. കാരണം എന്ന് വെച്ചാൽ ഈ അൺലിസ്റ്റഡ് ഷെയർസിനെ അൺലിസ്റ്റഡ് ഷെയർസ് ഈസ് കൺസിഡർഡ് ആസ് എ നോൺ ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് എന്നാണ്. ഇക്വിറ്റി അല്ലാത്ത ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ഇൻകം ടാക്സിൻ്റെ ലെൻസിൽ കൂടെ ഈ അൺലിസ്റ്റഡ് ഷെയർസിനെ കാണുന്നതെന്നുള്ള കാര്യം. അതിനൊരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇല്ല. തോന്നുന്ന റേറ്റ് പറഞ്ഞ് ഒരാൾ സെല്ല് ചെയ്യുന്നു, ആ റേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾ മേടിക്കുന്നു. അപ്പോൾ അതൊരു നോൺ ഇക്വിറ്റി ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ്. ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് തന്നെ നമുക്ക് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനിയിൽ അറിയാമല്ലോ. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ലിസ്റ്റഡ് കമ്പനീസിൽ നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നു, 365 ദിവസത്തിനുള്ളിലാണ് അത് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈം പീരീഡിനെയാണ് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയുന്നത്. അതായത് 1 ഇയർ, 365 ഡേയ്സിനെയാണ് 1 ഇയർ എന്ന്. ആ 1 ഇയർ വിൽക്കാൻ നേരത്ത് ലോസിലാണെങ്കിൽ നമുക്ക് അതിനകത്ത് ടാക്സ് ഇല്ല. പ്രോഫിറ്റിലാണെങ്കിൽ എത്രയാണ് ടാക്സ് എന്നുള്ളതാണ് ലിസ്റ്റഡ് കമ്പനിക്ക്. നമുക്കിവിടെ ചാർജ് ചെയ്യുന്നത് 20% ചാർജ് ചെയ്യുന്നത്, അല്ലേ? 12 മന്ത്സിനുള്ളിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ 20% ആണ് നമുക്കൊരു അൺലിസ്റ്റഡ് ഷെയറിൻ്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. എന്നാൽ അത് സെയിം ടാക്സ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഓൺ അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 12 മാസം അല്ലെങ്കിൽ 1 കൊല്ലം എന്നാണല്ലോ നമ്മൾ ലിസ്റ്റഡ് കമ്പനികൾ പറയുന്നത്. ബട്ട് അത് അവിടെ വരുമ്പോൾ, അൺലിസ്റ്റഡിൽ വരുമ്പോൾ 24 മാസം.
അതായത് 2 കൊല്ലമാണ്. ബട്ട് അത് ടാക്സ് ചെയ്യണത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് ഏതാണോ ആ സ്ലാബിലിട്ടാണ് ടാക്സ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് അല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇൻകമിൻ്റെ ആ സ്ലാബിലിട്ട് അതിനെ ടാക്സ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ വരുന്ന ഒരു വ്യത്യാസം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ടേം പറഞ്ഞു, അതായത് ഒരു കൊല്ലത്തിന് ഉള്ളിൽ വിൽക്കുന്നതിനാണ് ഷോർട്ട് ടേം ഗെയിൻ എന്ന് പറയുന്നത്. അതിനെ ടാക്സ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടുന്ന ഗെയിനിനെയാണ്, ഒരു കൊല്ലം കഴിഞ്ഞാണ് നമ്മൾ സ്റ്റോക്ക് മേടിച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാണ് സെല് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ലോങ് ടേം ഗെയിൻസ് എന്നാണ്. ആ ലോങ് ടേം ഗെയിൻസിനെ ടാക്സ് ചെയ്യുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്. ലിസ്റ്റഡ് കമ്പനിയുടെ കാര്യത്തിൽ അതിൽ ഏതാണ്ട് 12.5% ഓൺ ദ പ്രോഫിറ്റ്സ് ദാറ്റ് യു മേക്ക് എന്നുള്ളതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. അത് മാത്രമല്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. ഇൻവെസ്റ്ററിന് ആദ്യത്തെ 1,25,000 രൂപ വരെ ടാക്സ് ഇല്ല. അതിനുശേഷമുള്ളതാണ് ഈ 12.5% വെച്ച് ടാക്സ് ചെയ്യണേ എന്നുള്ളത്. ബട്ട് അൺലിസ്റ്റഡ് ഷെയർസിന് എത്രയെന്നറിയോ? ഈ ലോങ് ടേം എന്ന് പറയുന്നത്, ഷോർട്ട് ടേം എന്ന് പറയുന്നത് 24 ആണല്ലോ. അപ്പോൾ അതിനുശേഷം വരുന്നതാണല്ലോ ലോങ് ടേം എന്ന് പറയുന്നത്. ആ ലോങ് ടേം ടാക്സിനെ അറ്റ് 20% ഇൻഡെക്സേഷനോടുകൂടി, അതായത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണോ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ചെയ്യുന്നത് അതേപോലെ ഇൻഡെക്സേഷൻ എടുത്തിട്ട് അതിൽ 20% ആണ് 24 മന്ത്സ്. അൺലിസ്റ്റഡിന്റെ ഷോർട്ട് ടേം എന്ന് പറയുന്നത് 24 മന്ത്സ് ആണ്. ലിസ്റ്റഡിന്റെ ആണ് 12 മന്ത്സ്. 24 മന്ത്സിന് ശേഷം 20% വിത്ത് ഇൻഡെക്സേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ടാക്സ് തന്നെയാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഷ്യൂ, ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ നോൺ ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇത് എന്തുകൊണ്ടാണ് റിസ്കി എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് റിസ്കി? ഒന്നെന്ന് പറയുന്നത് ഒരു എക്സിറ്റ് ഗ്യാരണ്ടി ഇല്ല. അതായത് നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്താൽ ഒരു ബയർ അവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. അതാണല്ലോ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ലാർജ് ക്യാപ്പിൽ ഇന്ന് മേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞ് സെല്ല് ചെയ്യാന്നുള്ള. ബട്ട് ഇത് അങ്ങനത്തെ രീതിയിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് ഗ്യാരണ്ടി നമുക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് ഒന്നാമത് തന്നെ പറഞ്ഞു വയ്ക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് അൺറെഗുലേറ്റഡ് പ്രൈസിങ്. അൺറെഗുലേറ്റഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾ വില പറയുന്നത് നമ്മൾ കൊടുക്കണം. വേറെ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ അയാൾ പറയണം ഒരിടത്തും നിങ്ങൾക്ക് കിട്ടാനില്ലല്ലോ, 200 രൂപയുടെ സാധനം ഞാൻ 300 രൂപയ്ക്കേ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിനകത്ത് വരിക എന്നുള്ളത്. അപ്പോൾ ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് മെക്കാനിസമാണ് അതിൻ്റെ രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അൺനോൺ ഫിനാൻഷ്യൽസ് ആയിരിക്കും. നമ്മളിപ്പോൾ ലിസ്റ്റഡ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ഒരു റിസൾട്ട് കൊണ്ടുവന്നു, ഒരു TCSോ ടാറ്റ മോട്ടോഴ്സോ നോക്കാം, അതിനകത്ത് കോടിക്കണക്കിന് ആൾക്കാർ റിസർച്ച് ചെയ്യുമ്പോൾ അവർ കണ്ടുപിടിക്കുന്ന ഒരുപാട് പ്ലസസും മൈനസും ഉണ്ട്. ഇതാണ് അവർ മാനേജ്മെൻറ്റ് എടുത്തോട്ട് ഒരു കോൺഫറൻസ് കോളോ അല്ലെങ്കിൽ അനലിസ്റ്റ് കോളോ ചോദിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് അവിടെ ചെല്ലുമ്പോഴായിരിക്കും വേറൊരു ബ്രോക്കർ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ നമ്മൾ വരിക്കും ശരിയാണല്ലോടാ, നമ്മൾ ആലോചിക്കാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ വന്നല്ലോ എന്നുള്ള. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ മനസ്സിലാവുന്നുള്ള. അങ്ങനെ കളക്റ്റീവായിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ബുദ്ധി, ജാസ്മിൻ്റെ ബുദ്ധി, പ്രേക്ഷകരുടെ ബുദ്ധി, ലോകത്തുള്ള എല്ലാ മോർഗൻ സ്റ്റാൻലിയുടെയും ബാങ്ക് ഓഫ് അമേരിക്കയുടെയും എല്ലാ ബ്രോക്കേഴ്സിൻ്റെയും ബുദ്ധിയൊക്കെ കൂടെ ചേർന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ അല്ലെങ്കിൽ TCS മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉത്തരം പറയുമ്പോൾ നമുക്കൊരു വൈഡ് സ്പെക്ട്രത്തിലുള്ള കൺഫ്യൂഷൻസ് എല്ലാം മാറി കിട്ടും എന്നുള്ളതാണ്. അതൊന്നും അൺലിസ്റ്റഡ് കമ്പനികളിൽ കിട്ടില്ല. അതുകൊണ്ട് ഒരു അൺനോൺ ഫിനാൻഷ്യൽസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഡൈല്യൂഷൻ റിസ്ക്. നമ്മളിപ്പോൾ ഒരു കമ്പനി, നമ്മൾ പറഞ്ഞല്ലോ പല പ്രാവശ്യവും നമ്മൾ ഈ പ്രോഗ്രാം ഓപ്പണിംഗ് ഹവേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യണം. പെട്ടെന്ന് ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്ത് ഇങ്ങനെ ഗ്രോ ചെയ്താണ് കമ്പനി ഒരു ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി അല്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് കമ്പനി 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആദ്യം നമ്മൾ 10 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ എങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വൈസ് നമുക്ക് ഓരോരുത്തർക്കും 10 രൂപ വെച്ച് കിട്ടണം. എന്നാൽ കമ്പനി ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത്, അതായത് റൈറ്റ്സിലോ പ്രിഫറൻസ് ഇഷ്യൂലോ ബോണസിലോ സ്പ്ലിറ്റിൽ കൂടെയൊക്കെ ഇത് ചെയ്യുമെന്ന് വെച്ചാൽ പ്രോഫിറ്റിന് വ്യത്യാസം വരുന്നില്ല, നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി 10 പേർക്ക് പകരം 100 പേര് വരുമ്പോൾ നമുക്ക് ഓരോർക്കും 10 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 1 രൂപ വെച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അൺകൺട്രോളബിൾ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടും. അൺലിസ്റ്റഡ് കമ്പനിയുടെ കേസിൽ എന്ന് വെച്ചാൽ ഇതങ്ങനെ വോട്ട് ചെയ്ത് അതിനെ ഡിഫീറ്റ് ചെയ്യാനൊന്നും സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ റിസ്ക്കുകൾ അൺലിസ്റ്റഡ് ഷെയർസിൽ നിന്നുണ്ട്, നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലാക്ക് ഓഫ് പ്രൈസ് ഡിസ്കവറി മെക്കാനിസം തന്നെയാണ്. പ്രൈസ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു മാർക്കറ്റിൻ്റെ ഒരു തുറന്നു കിടക്കുന്ന പബ്ലിക് അസറ്റിൻ്റെ, അതൊരു റിയൽ എസ്റ്റേറ്റ് ആയാലും സ്റ്റോക്കിൻ്റെ വിലയെന്നറിയോ? ഒരുപാട് പേര് വന്ന് വില പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ട്രാൻസാക്ഷനൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ റിയൽ പ്രൈസ് എമർജ് ചെയ്ത് വരുന്നത്. അതിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവും ഒക്കെ അബ്സോർബ് ചെയ്താണ് വരുന്നത്. അങ്ങനെ ഒരു സംഭവം ഈ അൺലിസ്റ്റഡ് ഷെയർസിൽ വരില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യുവേഷൻസ് എപ്പോഴും
ഒന്നില്ലെങ്കിൽ ഇൻഫ്ലേറ്റഡ് ആയിട്ട് വളരെ ലാർജർ വാല്യൂഷൻ കാണിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ മറിച്ച് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ വലിയ വലിയ വാല്യൂഷൻസ് കാണിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ മറിച്ച് പിടിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു ഡിപ്രസ്ഡ് വാല്യൂഷനും കാണിക്കും. ആ റിയൽ എഫക്റ്റ് വരില്ല എന്നുള്ള. ചില കമ്പനികളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല സ്മാർട്ട് ആയിട്ടുള്ള അനലിസ്റ്റുകൾ ലിസ്റ്റഡ് കമ്പനിയിൽ കണ്ടുപിടിക്കുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ അവർക്ക് ലാൻഡ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ബോംബെയിലെ മെയിൻ ഏരിയയിലാണ്, അത് വിറ്റാൽ മാത്രം കമ്പനിക്ക് 200 കോടി പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട് വരുമ്പോൾ ഈ ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ ചെകഞ്ഞ് പിടിച്ച് കണ്ടുപിടിക്കുന്നതാണ് അസറ്റും ലയബിലിറ്റിയും ഒക്കെ, ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ ടാഞ്ചബിൾസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. എന്നാൽ അൺലിസ്റ്റഡ് ഷെയർസിൻ്റെ റിസർച്ചിൽ ഇത് വലുതായിട്ട് നമുക്ക് നടത്തിയെടുക്കാനുള്ള പറ്റില്ല. ചെയ്യുന്നവരുണ്ട്, ബട്ട് ഇറ്റ് ഈസ് എ ടീഡിയസ് പ്രോസസ് എന്നുള്ളതാണ്. അതായത് ഈ പറഞ്ഞ പോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ആനുവൽ റിപ്പോർട്ടൊക്കെ കിട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനി തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അൺലിസ്റ്റഡ് മോശമാണെന്നല്ല, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. പോപ്പുലർ ആയിട്ടുള്ള അൺലിസ്റ്റഡ് കമ്പനീസ് നമുക്കറിയാലോ, NSE വളരെ പോപ്പുലറാണ്, ഇപ്പം നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ക്യാപ് ജെമിനി, HDFC സെക്യൂരിറ്റീസ്, HDFC ക്രെഡില, ടാറ്റ ടെക്നോളജീസ്, അതൊരു ഭയങ്കര വലിയ കമ്പനി കേട്ടോ. അത് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ടാറ്റ ടെക്നോളജീസിൽ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ അതിനകത്താണ് ഒരുപാട് വരുന്നത്. അത് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു IPO തന്നെ ആയിരിക്കും, ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ്. പിന്നെ സ്റ്റഡ്സ് നമ്മൾ കണ്ടിട്ടില്ല, ഈ പിള്ളേരുടെ ഹെൽമെറ്റ് ഒക്കെ, സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ്, അതൊരു നല്ല കമ്പനിയാണ്, അതൊരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. പിന്നെ ഫാം ഈസി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ആപ്പ് ഉണ്ട്, ഈ മെഡിക്കൽ ഈ പറഞ്ഞ പോലെ ഫാർമസി നടത്തുന്ന ഒരു കമ്പനി, അതൊക്കെ അൺലിസ്റ്റഡ് ആണ്. പിന്നെ ഒരുപാടുണ്ട് കേട്ടോ, റിലയൻസിന്റെ തന്നെ റീറ്റെയിൽ ഉണ്ട്. ടാറ്റ ടെക്നോളജീസിന്റെ കാര്യമാണോ സാർ പറഞ്ഞത്? ടാറ്റ ടെക്നോളജീസ് ഓൾറെഡി ലിസ്റ്റഡ് അല്ല, ടാറ്റ ഇലക്ട്രോണിക്സ് ടാറ്റ ഇലക്ട്രോണിക്സ് എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ NSDL ഉണ്ട്, നയാര എനർജി ഉണ്ട്, SBI AMC ഉണ്ട്, സിയാൽ ഉണ്ട്, പിന്നെ ടാറ്റ ക്യാപിറ്റൽ ഉണ്ട്, NSDL ഉണ്ട്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അൺലിസ്റ്റഡ് കമ്പനീസ് ആണെന്നുള്ളത്. ക്ഷമിക്കണം പ്രേക്ഷകർ, ഞാൻ ടാറ്റ ടെക്നോളജീസ് ആണ് പറഞ്ഞത്, അത് ടാറ്റ ഇലക്ട്രോണിക്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഉറ്റുനോക്കുന്ന, മാർക്കറ്റ് ഉറ്റുനോക്കുന്ന അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് ആണെന്നുള്ള. ഈ വെയർ ടു ബൈ ആൻഡ് സെൽ അൺലിസ്റ്റഡ് ഷെയർസ് എന്നാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ ഒരുപാട് ഇത് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ട്, കൊച്ചിയിലും ഒക്കെ ഉണ്ട്. അതായത് ഇത് മാത്രം ഡീൽ ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഇന്റർമീഡിയറീസ് ഉണ്ട്. അതായത് എന്നെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സും ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ സിയാൽ ഷെയർസ് ഉണ്ട്, ഞാൻ വിൽക്കാൻ താല്പര്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് നമ്മുടെ പബ്ലിക് സിസ്റ്റത്തിൽ തന്നെ ഉണ്ടെന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇതൊന്നും കൂടാതെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അൺലിസ്റ്റഡ് സോൺ, അത് അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ്. ഷെയർസ് കാർട്ട് എന്ന് പറയുന്ന ഈ പറയുന്ന ഓൺലൈൻ പ്രസൻസ് ഉണ്ട്. Altius ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്ലാനിഫൈ, അനാല ക്യാപിറ്റൽ, ഗ്രെറ്റെക്സ്, ഇതൊക്കെ പ്ലാറ്റ്ഫോംസ് ആണ് ഈ അൺലിസ്റ്റഡ് ഷെയർസ് ഡീൽ ചെയ്യുന്നതെന്നുള്ള. എപ്പോഴും നിങ്ങൾ അൺലിസ്റ്റഡ് ഷെയർസ് ഡീൽ ചെയ്യാൻ നേരത്ത് സപ്പോസ് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും റിസ്ക് ഫാക്ടറും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതൊക്കെ ഓവർലുക്ക് ചെയ്തിട്ട് ആർക്കെങ്കിലും നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാൻസാക്ഷൻ ഒക്കെ നടത്താൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ GST ഇൻവോയ്സസ് ഒന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഇതിപ്പോൾ ഡിമാറ്റ് ഫോമിലാണ്, നമ്മൾ മാർക്കറ്റ് വഴിയല്ല ട്രേഡ് ചെയ്യണമെങ്കിലും പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയുടെ അൺലിസ്റ്റഡ് ഷെയർസ് ഡിമാറ്റ് ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ DP അക്കൗണ്ടിൽ അത് കറക്റ്റായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം. GST ഇൻവോയ്സ് ശ്രദ്ധിക്കണം. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസും ബ്രോക്കേഴ്സും വഴിയേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ 2024-25 ലാസ്റ്റ് കൊല്ലം തന്നെ നമ്മൾ ഈ പറഞ്ഞ അൺലിസ്റ്റഡ് ചില കമ്പനികളുണ്ടല്ലോ, സിയാലിൻ്റെയൊക്കെ അൺലിസ്റ്റഡ് ഷെയറിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് +92%. ഒരു കണക്കിന് ഇപ്പോൾ ലിസ്റ്റഡ്, പണ്ട് അൺലിസ്റ്റഡ് മേടിക്കാന്ന് പറഞ്ഞാൽ അണ്ടർ പ്രൈസ്ഡ് ആയിട്ടുള്ള സാധനം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കണം. ഇപ്പോൾ വന്ന് അൺലിസ്റ്റഡിനേക്കാളും വലിയ പെർഫോമൻസ് അത്രയ്ക്ക് മാത്രം ഗ്രേ മാർക്കറ്റിൽ നടന്ന് ഹൈപ്പൊക്കെ വന്നു കഴിഞ്ഞ് ഇപ്പോൾ സിയാൽ തന്നെ ലാസ്റ്റ് കൊല്ലം +92% റിട്ടേൺ, നയാര എനർജി +346% റിട്ടേൺ, 346% റിട്ടേൺ ആണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ടാറ്റ ക്യാപിറ്റൽ 47% റിട്ടേൺ, SBI AMC 85% റിട്ടേൺ, സ്റ്റഡ്സ് 76% റിട്ടേൺ, NSE 143% പോസിറ്റീവ് റിട്ടേൺ ആണെന്നുള്ള. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പെക്റ്റഡ് IPO ആണ് 2025. പിന്നെ അൺലിസ്റ്റഡ് ഷെയർസ് ഈ പറയുന്ന പോലെ ഫിസിക്കലാണോ ഡിമാറ്റ് ആണോ എന്നുള്ളതാണ്. അതായത് ഡെപ്പോസിറ്ററീസ് ആൻഡ് പാർട്ടിസിപ്പൻസ് സെബീസ് റെഗുലേഷൻ 2018, അതായത് സെബിയുടെ ഒരു റെഗുലേഷൻ, ഡെപ്പോസിറ്ററീസ് ആൻഡ് ഈ പറഞ്ഞ പോലെ പാർട്ടിസിപ്പൻസ് എന്ന് വരുന്ന ആ ഒരു റെഗുലേഷൻ 2008 ഒക്ടോബർ 2018 ശേഷം എല്ലാ പബ്ലിക് കമ്പനികളും അവരുടെ ഷെയർസ്, പബ്ലിക് അൺലിസ്റ്റഡ് കമ്പനികൾ അവരുടെ ഷെയർസ്
ഡിമാറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പലരും ഡിമാറ്റ് ചെയ്യാതെ കയ്യിൽ വച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇനി ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫോർമാലിറ്റി അതിന് ഡിമാറ്റ് ചെയ്തിട്ട് മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യാവൂ എന്നുള്ളതാണ്. ന്യൂ ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യുന്നെങ്കിലും അത് ഡിമാറ്റ് ഇലക്ട്രോണിക് ഫോമിലായിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ 2018 ഇപ്പുറം ഇങ്ങോട്ട് എല്ലാ കമ്പനീസിൻ്റെയും അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഷെയർസ് ഡിമാറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധ റൂളാണ്. എന്നാൽ ചെയ്യാത്ത ഒരുപാട് ഇൻസ്റ്റൻസസും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് അങ്ങനെ ഉണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും ഇതേപോലെ ഡിമാറ്റ് ചെയ്യണതാണെങ്കിലും സെബി അത്രയ്ക്ക് ഇങ്ങനെ ഹാർഡ് പ്രസ് ചെയ്യണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഇത് ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഡിമാറ്റ് ചെയ്തിട്ട് വേണം മേടിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ അതിൻ്റെ ഫിസിക്കൽ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് ഡിമാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അത് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് ഫിസിക്കൽ ഷെയർ ഇവരെ കയ്യിൽ വരുന്നത്? ചിലപ്പോൾ ഓൾഡ് ഇൻഹെറിറ്റൻസിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ESOPs വഴി കിട്ടുന്നതായിരിക്കാം. നമ്മൾ കുറെ വാർത്തകൾ കാണാറില്ല, ലിസ്റ്റിങ്ങിന് വരുന്നതിന് മുൻപ് മേടിച്ചു വെച്ച ആ ഒരു ഷെയറിന്റെ ഇപ്പോഴത്തെ വാല്യൂ കോടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. അബ്സല്യൂട്ട്ലി. പിന്നെ ചിലവർ ഇത് മനഃപൂർവ്വമായിട്ട് മാറ്റാതിരിക്കുന്നവരുണ്ട്, നോൺ കംപ്ലയൻസ്, അതുകൊണ്ട്. പിന്നെ അവയർനെസ് ഇല്ല, ഇതാക്കണം എന്നുള്ളത് ഇതുവരെ ഇൻഫർമേഷൻ കിട്ടാത്തവരുണ്ട്. പിന്നെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, മിണ്ടാതിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് വലിയ നിർബന്ധമില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചേ ഉള്ളൂ. ഇതെങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കണം. ഏതെങ്കിലും ഒരു ബ്രോക്കർ എടുത്ത്, നിങ്ങളുടെ കോട്ടക്കോ മോട്ടിലാലോ ഓസോ അല്ല, എന്തിനാ നമുക്ക് കേരള കമ്പനികൾ പറയാം അല്ലെ, ജിയോജിത്ത് അല്ലെങ്കിൽ DBFS അല്ലെങ്കിൽ ക്യാപ് സ്റ്റോക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷെയർ വെൽത്ത് പോലെയുള്ള കമ്പനികളിൽ ചെല്ലുക. നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഫിസിക്കൽ ഷെയർസ് അവിടെ സറണ്ടർ ചെയ്യുക, അവിടെ സിഗ്നേച്ചർ ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു റിക്വസിഷൻ ഫോം ഉണ്ട് ഡിമാറ്റ് ചെയ്യാൻ, അതും സൈൻ ചെയ്തിട്ട് ആ ബ്രോക്കറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരത് ഷെയർ ട്രാൻസ്ഫർ ഏജൻസ്, അതായത് എല്ലാ കമ്പനികളുടെയും ഇതേപോലെ ഷെയർസ് ഹാൻഡിൽ ചെയ്യണത് ഒരു ഷെയർ ട്രാൻസ്ഫർ ഏജൻസ് അല്ലെങ്കിൽ രജിസ്ട്രാർ കമ്പനികളാണ്. അത് അവരിലേക്ക് ഇവർ അയക്കും, ബ്രോക്കർ വഴി അയച്ച് അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അത് വന്നു എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ അൺലിസ്റ്റഡോ ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത് സൂക്ഷിച്ച് വേണം എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഒരു മിനിറ്റും കൂടെ ഉണ്ട് ജാസ്മിൻ, ഞാൻ NSEയുടെ കാര്യം പറഞ്ഞു വയ്ക്കാം, പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ NSEയുടെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ NSE ആണ് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് ഉള്ളത്, ടോപ്പ് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. നമുക്കറിയാലോ NSEയുടെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ BSEയെക്കാട്ടിലും 6 times ടേൺ ഓവറാണ്. BSE ലിസ്റ്റഡ് ആയിട്ടുള്ള BSEയെക്കാളും 9 times മോർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു IPO എന്ന് പറഞ്ഞാൽ. അത് സെബിയിൽ ചെറിയ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ കാര്യത്തിൽ തട്ടി നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ന്യൂസ് വരാമെന്നുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ക്യാഷ് സെഗ്മെന്റിൽ, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ ക്യാഷ് സെഗ്മെന്റിലെ 80% വോളിയം ഹാൻഡിൽ ചെയ്യണത് NSE ആണ്. 20% മാത്രമേ BSE ഉള്ളൂ. ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ 93% NSEയുടെ കയ്യിൽ, 7% മാത്രമേ BSEക്ക് ഉള്ളൂ എന്നുള്ളതാണ്. BSEയിൽ 5600 കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ കുറേ കമ്പനികൾ ലിക്വിഡിറ്റി ഇല്ലാത്ത ഷെയർസാണ്. NSEയിൽ 2700 കമ്പനികളെ മാത്രമേ ഉള്ളൂ. കാര്യം വെച്ചാൽ NSEയുടെ ലിസ്റ്റിംഗ് നോംസ് വളരെ സ്ട്രിക്റ്റും സ്ട്രിഞ്ചൻറ്റുമാണ്, ഫീസും വളരെ കൂടുതലാണ് BSEയെക്കാട്ടിലും. നമ്മൾ റവന്യൂ നോക്കുകയാണെങ്കിൽ FY25 മാത്രം നോക്കുകയാണെങ്കിൽ NSEയുടെ റവന്യൂ 19,000 കോടി റവന്യൂ വരുമ്പോൾ BSEക്ക് 3,200 കോടിയേ ഉള്ളൂ എന്നുള്ളതാണ്. നെറ്റ് പ്രോഫിറ്റ് NSEക്ക് 12,188 crores അതാണ് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. എന്നാൽ 1,320 കോടിയാണ് BSEയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. EPS NSEയുടെ വരുന്നത് 49.24, എന്നാൽ BSEയുടെ വരുന്നത് 35 rupees. NSEയുടെ നമ്മൾ പറഞ്ഞല്ലോ 49 rupees EPS എന്ന് പറഞ്ഞാൽ. CMP, അതായത് ഇപ്പോൾ ട്രേഡ് നടക്കുന്ന 2,300 രൂപയ്ക്കാണ് NSEയുടെ ട്രേഡ് നമ്മൾ അൺലിസ്റ്റഡ് മാർക്കറ്റിൽ നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4.7 lakh crore to 5 lakh crore മാർക്കറ്റ് ക്യാപ്പിലാണ് അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. BSEയെ സംബന്ധിച്ചോളം ഏതാണ്ട് നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് ഉണ്ടെന്നുള്ളതാണ്. 2,900 rupeesനാണ് ട്രേഡ് ചെയ്യണേ. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1.15 lakh crore ആണ്. അപ്പോൾ 1.5 lakh crore-നേക്കാളും 4 times ഹയർ രീതിയിലാണ് NSE ട്രേഡ് ചെയ്യണമെന്നുള്ളത്. ബട്ട് NSEയിൽ അടുത്ത കാലത്ത് ഒരുപാട് എന്താ പറയുക ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എന്താ പറയുക അൺലിസ്റ്റഡ് മാർക്കറ്റിൽ തന്നെ അതിൻ്റെ വാല്യുവേഷൻ ഭയങ്കര ഹൈ ആയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ IPO വരുന്നത് നല്ല കാര്യമാണ്. ചിലപ്പോൾ ഇതിനേക്കാളും ഹയർ ലെവലിലായിരിക്കും ലിസ്റ്റ് ചെയ്യണേ. ബട്ട് ഈ പറയുന്ന പോലെ ഓൾറെഡി അൺലിസ്റ്റഡ് സ്പേസിൽ തന്നെ ഇത് നന്നായിട്ട് കയറുക. ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ 146% ആണ് ലാസ്റ്റ് ഒരു കൊല്ലം ഈ സ്റ്റോക്ക് കയറിയത് എന്നുള്ളത് ജസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഒന്ന് മനസ്സിൽ വെക്കണം. നിങ്ങൾക്ക് IPO ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടണമെങ്കിൽ നമുക്കും അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. ബട്ട് നമ്മൾ അതിനകത്തൊരു വേർഡ് ഓഫ് കോഷൻ ആഡ് ചെയ്ത് വെക്കുന്നു പറഞ്ഞാൽ എന്തായാലും ഇറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ BSE എന്നുള്ളത് പറഞ്ഞു വെക്കണം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് ദ മസ്റ്റ് മോർ ടെക്നോളജി ഓറിയന്റഡ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ്
സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ എന്നുള്ളതും കൂടെ പറഞ്ഞു വയ്ക്കുന്നു. ഹോപ്പ്ഫുള്ളി എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കുറേ ലിസ്റ്റഡ് അൺലിസ്റ്റഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് മനസ്സിലാവുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ജാസ്മിൻ, ഓവർ ടു. ഏതായാലും ദാറ്റ്സ് ഓൾ ഫോർ ദ അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് വേണം പറയാനായിട്ട്. ഒരു 360 ഡിഗ്രി ലെവലിലുള്ള ഒരു അനാലിസിസ് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ക്വയറീസും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ ഒരു സെഷനിൽ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സും ഒക്കെ തന്നെ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ യൂട്യൂബിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവറിൻ്റെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അനാലിസിസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.